SDP നേതാവ് ഷാൻ വധക്കേസിൽ കുറ്റപത്രം സ്വീകരിക്കരുതെന്ന പ്രതിഭാഗത്തിന്റെ ഹർജി തള്ളി. കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ SHO അല്ലെന്ന് കാണിച്ചായിരുന്നു ഹർജി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് പിന്നാലെ തന്നെ ഈ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നേരെ പല ആരോപണങ്ങളും പലരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പ്രതിഭാഗം നൽകിയ ഹർജി ഏത് സാഹചര്യത്തിൽ തള്ളുന്നു? കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ SHO അല്ലെന്ന് കാണിച്ചായിരുന്നല്ലോ ഇവർ ഹർജി നൽകിയിരുന്നത്. മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും സിജു, അന്നത്തെ സാഹചര്യത്തിൽ അടുപ്പിച്ച് രണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നു. രണ്ട് കേസും അന്വേഷിക്കുന്നത് DYSP തന്നെ. ഒന്ന് ക്രൈംബ്രാഞ്ച് DYSP, ഒന്ന് ആലപ്പുഴ DYSP. ആലപ്പുഴ DYSPയുടെ അന്വേഷണമായിരുന്നു. ആദ്യം പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ തൂക്കുകയറൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഷാൻ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്നു അന്വേഷണം നടത്തിയത്. മണ്ണഞ്ചേരി SHO ആണ് അന്വേഷണം നടത്തേണ്ടതെന്നാണ് ഇവർ കാണിച്ചിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ SHO എന്ന് പറയുമ്പോൾ CA ആണ്. അതിനെക്കാട്ടി മുകളിലെ റാങ്കുള്ള DYSP ആണ് അന്വേഷിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇത്തരം മർദ്ദന്യായങ്ങളാണ് ഇവർ കോടതിക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ അതൊക്കെ തന്നെ കോടതി തള്ളിയിരിക്കുകയാണ്. ഇപ്പൊ കോടതി ആ കുറ്റപത്രം പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഉള്ളത് ഈ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളൊക്കെ തന്നെ വെളിയിലാണ്. അവരെല്ലാവരും ജാമ്യത്തിലാണ്. അവർക്ക് അന്ന് എന്തടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രതികളുടെയൊക്കെ തന്നെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ. അത് 23-നാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ഷാൻ വധക്കേസിലെ പ്രതികളടക്കം സംഘം ചേരുന്ന സാഹചര്യമുണ്ടായി. പല സ്ഥലത്തും ഇത്തരത്തിൽ സംഘം ചേരുകയും അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നതുമായിട്ടുള്ള പരാതികൾ ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ. അത് 23-നാണ് ഇതിന്റെ വാദം കേൾക്കുന്നത്. ശരി, ഷാൻ വധക്കേസിൽ പ്രതികളുടെ കുറ്റപത്രം സ്വീകരിക്കരുതെന്ന പ്രതികളുടെ ആവശ്യം തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി ഈ മാസം 23-ന് പരിഗണിക്കുകയും ചെയ്യും. വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.